ഗ്രേസ് മാർക്ക് മാനദണ്ഡത്തിൽ മാറ്റം വരുത്തി പൊതുവിദ്യാഭ്യാസ വകുപ്പ്. ഹയർ സെക്കൻഡറിക്ക് നൽകുന്ന ഇരട്ട ആനുകൂല്യം നിർത്തലാക്കിയിട്ടുണ്ട്. VA ഗിരീഷ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. ഗിരീഷ്, ഈ ഗ്രേസ് മാർക്കിന്റെ മാനദണ്ഡത്തിൽ എന്ത് മാറ്റമാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് വരുത്തിയിരിക്കുന്നത്? ഗോപികൃഷ്ണൻ, ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങളിൽ ഇപ്പോൾ സമൂലമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. 10ാം ക്ലാസ്സിൽ ഏതെങ്കിലും മത്സരങ്ങളിൽ സംസ്ഥാന തലത്തിൽ പങ്കെടുക്കുകയാണെങ്കിൽ ഇവർക്ക് 20 മാർക്ക് വരെ ഗ്രേസ് മാർക്കായി ലഭിക്കും. എന്നാൽ അതോടൊപ്പം തന്നെ ഹയർ സെക്കൻഡറി പ്രവേശനത്തിനായി ചെല്ലുമ്പോൾ ബോണസ് മാർക്ക് കൂടി അനുവദിക്കുന്ന ഒരു രീതിയുണ്ട്. ഇത് നിർത്തലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് തീരുമാനമെടുത്തിരിക്കുന്നത്. ഗ്രേസ് മാർക്ക് മാത്രം നൽകിയാൽ മതി എന്നുള്ളതാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം. കാരണം അക്കാദമിക രംഗത്ത് മികവ് പുലർത്തുന്ന നിരവധി വിദ്യാർത്ഥികൾക്ക് ഇതുമൂലം +1 അഡ്മിഷൻ ലഭ്യമാകാതിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് പരാതിയായി വന്നപ്പോഴാണ് സർക്കാർ ഇക്കാര്യം പരിശോധിക്കുകയും ഇത്തരത്തിലൊരു തീരുമാനമെടുക്കുകയും ചെയ്തത്. ഇനി മുതൽ ഗ്രേസ് മാർക്ക് മാത്രമായിരിക്കും ഇവർക്ക് നൽകുക. ഇൻഡെക്സ് മാർക്കിൽ ഒരു കാരണവശാലും ബോണസ് മാർക്ക് കൂട്ടിച്ചേർക്കേണ്ടതില്ല എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ സ്കൂളുകൾക്ക് നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കുകയും ചെയ്തു. ഗോപികൃഷ്ണൻ. ശരി, VA ഗിരീഷാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.